ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വരുന്ന LDCക്കും LGSനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് AKG ആണ്, അല്ലെങ്കിൽ AK ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് AKG അല്ലെങ്കിൽ AK ഗോപാലനാണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് K കരുണാകരൻ. കേരളത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ K കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയും K കരുണാകരനാണ്. 4 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി K കരുണാകരൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് EK നയനാർ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ EK നയനാറാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി K കരുണാകരനാണ്. അടുത്തത്, തിരുവിതാംകൂർ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മഹാസഭയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഈഴവ മഹാസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ മഹാസഭയുടെ അല്ലെങ്കിൽ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണത്തിനായാണ് സവർണജാഥ നടത്തിയത്? ആൻസർ ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണത്തിനായാണ് സവർണജാഥ നടത്തിയത്. വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തി ME നായിഡുവാണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവ് എന്നറിയപ്പെടുന്നത് വിനോബാവയാണ്. ആചാര്യ വിനോബാവയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവ് എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നത് ജോർജ് ജോസഫാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനിയാണ് ജോർജ് ജോസഫ്. അടുത്തതായി വരുന്നത്, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അതുപോലെ തന്നെ മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പദ്ധതിയാണ്. 1972 കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. സ്വന്തമായി വൈദ്യുതോൽപാദനം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. സ്വന്തമായി വൈദ്യുതോൽപാദനം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. അതുപോലെ തന്നെ കേരളത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ചെറുകിട ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ്. പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ആകെ കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ആദ്യമായി വരുന്ന ആനമുടിച്ചോല, പാമ്പാടുംചോല, പെരിയാർ, ഇരവികുളം, സൈലൻറ്റ് വാലി, മതികെട്ടാംചോല എന്നീ 6 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. 1986 നീലഗിരിനെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് അഗസ്ത്യമലയാണ്. 2001 പ്രഖ്യാപിച്ചത്. കേരളത്തിലെ രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് അഗസ്ത്യമലയാണ്. അടുത്തത്, കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ 9. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം വരുന്നത് 9. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്, പാലക്കാട് എന്നിവയാണ് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ. 9 ജില്ലകളാണ് കേരളത്തിൽ കടൽത്തീരമുള്ളവ. അടുത്തത്, പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആര്യങ്കാവ് ചുരം.
പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. വയനാട്ടിലെ പെരിയഘട്ട് മാനന്തവാടിയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അതുപോലെ തന്നെ കർണാടക ഗവൺമെൻറ് രാത്രികാല യാത്ര നിരോധിച്ച ചുരം എന്നറിയപ്പെടുന്നത് പേരമ്പാടി ചുരമാണ്. പാൽ ചുരം കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പാൽ ചുരം എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കർണാടക ഗവൺമെൻറ് രാത്രികാല യാത്ര നിരോധിച്ച ചുരം എന്നറിയപ്പെടുന്നത് പേരമ്പാടി ചുരമാണ്. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ എ GSAT-11. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് GSAT-11 ഇന്ത്യ വികസിപ്പിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. 5854 കിലോഗ്രാമാണ് GSAT-11ൻ്റെ വെയിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഭാരം വരുന്നത്. ദി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് GSAT-11. ദി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹം GSAT-11 GSAT-11 വിക്ഷേപിക്കപ്പെട്ട തീയതി എന്നറിയപ്പെടുന്നത് 2018 ഡിസംബർ 5. GSAT വിക്ഷേപിക്കപ്പെട്ട തീയതിയാണ്. GSAT-11 വിക്ഷേപിക്കപ്പെട്ട തീയതി ഡിസംബർ 5, 2018. GSAT-11ൻ്റെ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് ഏരിയൻ 5 VA-246. GSAT-11 വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് ഏരിയൻ 5 VA-246. ഫ്രഞ്ച് ഗയാനയിൽ നിന്നുമാണ് GSAT-11 വിക്ഷേപിച്ചത്. ഫ്രഞ്ച് ഗയാനയിൽ നിന്നുമാണ് GSAT-11 വിക്ഷേപിച്ചിരിക്കുന്നത് 2018 ഡിസംബർ 5. അടുത്തത് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ബി P. വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാണ് P. വത്സല. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് A. സേതുമാധവനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് A. സേതുമാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് SK വസന്തൻ. 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അടുത്തത് ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ സി PSLV-C-37. ഒറ്റ വിക്ഷേപണത്തിൽ തന്നെ 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ വാഹനമാണ് PSLV-C-37 എന്നുള്ളത്. PSLV-C-37 വിക്ഷേപിക്കപ്പെട്ട ഡേറ്റ് എന്നറിയപ്പെടുന്നത് 2017 ഫെബ്രുവരി 15. PSLV-C-37 വിക്ഷേപിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 15. 104 ഉപഗ്രഹങ്ങളെ ഒറ്റ വിക്ഷേപണത്തിൽ തന്നെ ഭ്രമണപഥത്തിൽ എത്തിച്ച വാഹനമാണ് PSLV-C-37. അടുത്തത് ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ സിക്കിം. ഇന്ത്യയിൽ ജൈവ കൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനമാണ് സിക്കിം. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സർ ആൽബർട്ട് ഹൊവാർഡാണ്. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹൊവാർഡ്. അടുത്തത് താഷ്കൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയതാര്? താഷ്കൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് UK കുമാരൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. UK കുമാരനാണ് താഷ്കൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത്. താഷ്കൻ കുന്ന് സ്വരൂപത്തിലെ കഥാപാത്രമായി വരുന്നത് K കേളപ്പനാണ്. UK കുമാരൻ എഴുതിയ താഷ്കൻ കുന്ന് സ്വരൂപത്തിലെ കഥാപാത്രം എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. അടുത്തത് തീൻബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് തീൻബേഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് ബംഗാളിൽ തന്നെയാണ്. സിലിഗുരി എന്നാണ് ആ ഇടനാഴിയുടെ പേര്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഇടനാഴി ഏതാണെന്ന് ചോദിച്ചാൽ സിലിഗുരി ഇടനാഴിയാണ്, ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. 1600 കിലോമീറ്ററാണ് ഗുജറാത്തിൻ്റെ കടൽ തീര ദൈർഘ്യമെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള അല്ലെങ്കിൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗോവ. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂറാണ്. ഇന്ത്യയുടെ ധാതു തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദാണ്. ജാർഖണ്ഡിലെ ധൻബാദിലാണ് ഇന്ത്യയിലെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് ധൻബാദിലാണ്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസും ഇന്ത്യയിലെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ധൻബാദിലാണ്. കോധർമ്മ അബ്രഖനി സ്ഥിതി ചെയ്യുന്നതും ജാർഖണ്ഡിലാണ്. കോധർമ്മ അബ്രഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് തന്നെയാണ്. അടുത്തത് ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉരുക്ക് നിർമ്മാണശാല ഏത്?
ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉരുക്ക് നിർമ്മാണശാലയാണ് ആൻസർ ഓപ്ഷൻ ബി ദുർഗാപൂർ. ബ്രിട്ടൻ്റെ സഹായത്തോടെ കൂടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഉരുക്ക് നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് ദുർഗാപൂറാണ്. അടുത്തത് 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ സി വി.കെ. കൃഷ്ണമേനോൻ. വി.കെ. കൃഷ്ണമേനോനാണ് 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി. 1961 ഗോവയെ മോചിപ്പിച്ചത് പോർച്ചുഗീസുകാരിൽ നിന്ന്. ആ സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് വി.കെ. കൃഷ്ണമേനോൻ. പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി എന്നറിയപ്പെടുന്നതും വി.കെ. കൃഷ്ണമേനോനാണ്. അതുപോലെ തന്നെ 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി എന്നറിയപ്പെടുന്നത് വി.കെ. കൃഷ്ണമേനോനാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ സി പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെയും സിഇഒയെയും നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും സിഇഒയെയും നിയമിക്കുന്നതും പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. അടുത്തത് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആര്? ആൻസർ ഓപ്ഷൻ സി പി.ആർ. ശ്രീജേഷ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് പി.ആർ. ശ്രീജേഷ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ജർമ്മനിയെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ നേടുകയാണ് ചെയ്തത്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കുടകാണ്. കർണാടകത്തിലെ കുടകാണ് ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് കൊടവ ഹോക്കി ഫെസ്റ്റിവലാണ്. കർണാടകത്തിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത് കൊടവ ഹോക്കി ഫെസ്റ്റിവലാണ്. ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യമെന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഹോക്കിയിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ വർഷം 1928. ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. അടുത്തത് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ വയനാട്. വയനാട് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം തന്നെയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതം അതുപോലെ തന്നെ ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അടുത്തത് ഇവയിൽ ഏതാണ് ഹിമാലയൻ താഴ്വര അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ലുസായി. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ താഴ്വര അല്ലാത്തത് ലുസായിയാണ്. ഹിമാലയൻ താഴ്വരകൾ കാശ്മീർ താഴ്വര, കാംഗ്ര താഴ്വര, കുളു താഴ്വര, മണാലി താഴ്വര, ലാഹോൽ താഴ്വര, സ്പിതി താഴ്വര എന്നിവയാണ്. ഹിമാലയൻ താഴ്വരകൾ വരുന്നത് കാശ്മീർ താഴ്വര കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാംഗ്ര താഴ്വര ഹിമാചൽ പ്രദേശ്, കുളു, മണാലി എന്നിവയെല്ലാം ഹിമാചൽ പ്രദേശിലാണ്. ലാഹോൽ അതുപോലെ സ്പിതി താഴ്വര എന്നിവയും ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ആൻസർ ഓപ്ഷൻ എ കാൺല. കാൺല തുറമുഖമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാൺല തുറമുഖം. വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ കാൺല തുറമുഖമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ കാൺല തുറമുഖമാണ്. വിഭജനത്തിൻ്റെ സന്തതി എന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമെന്നും അറിയപ്പെടുന്നത് കാൺല തുറമുഖമാണ്. അടുത്തത് ഇവയിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി സ്വത്തവകാശം. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ സ്വത്തവകാശമാണ്. സ്വത്തവകാശം നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഭാഗം 12 ആർട്ടിക്കിൾ 300A സ്വത്തവകാശം വരുന്നത്. അടുത്തത് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ എ മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമിയാണ്. 1906 ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയത് എന്നാണ് ചോദിച്ചാൽ 1906 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലാണ് ആദ്യമായി ഉയർത്തിയത്. ഇന്ത്യയുടെ പതാക ഉയർത്തപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര സമ്മേളനം എന്നറിയപ്പെടുന്നത് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആണ്. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് മാഡം ഭിക്കാജി ഗാമ ആദ്യമായിട്ട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 25 ചോദ്യങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടുമായി വീണ്ടും കാണാം.